നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷന്റെ ഹർജി വിധി പറയാൻ മാറ്റി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് തീരുമാനം. ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചെന്ന കേസുമായി പ്രോസിക്യൂഷന് മുന്നോട്ട് പോകാമെന്നും അതിൽ ഇടപെടാനില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ശ്യാം ദേവരാജുണ്ട് വിവരങ്ങളുമായി. ശ്യാം, എന്നത്തേക്കാണ് ഈ ഹർജി മാറ്റിയിട്ടുള്ളത്? എന്നാണ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടാവുക? കേസിൽ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയാണ് നടൻ കൂടിയായ ദിലീപ്. ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചു എന്ന് 2 കേസുകളുണ്ട്. മാത്രമല്ല ഇതിന്മേൽ തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു കേസ് കൂടി ഉണ്ടായിരുന്നു. ഇതിൽ സാക്ഷികളെ സ്വാധീനിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിലാണ് ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളെടുത്ത് ഇതിൽ വിശദമായ വാദം പലതവണയായി ഹൈക്കോടതി കേട്ടിരുന്നു. തുടർന്നാണ് ഇന്ന് വിധി പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്തത്. വിധി ഉടൻ തന്നെ അടുത്ത ആഴ്ച തന്നെ ഉണ്ടാകും എന്നാണ്, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതേണ്ടതും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നേരത്തെ ദിലീപിന്റെ ജാമ്യം 8ാം പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വിചാരണ കോടതിയെ പ്രോസിക്യൂഷൻ സമീപിച്ചിരുന്നു. എന്നാൽ വിചാരണ കോടതി ഈ ആവശ്യം തള്ളി. മാത്രമല്ല ഈ വിചാരണ കോടതിയുടെ വിധിയിൽ പല പിഴവുകളും ഉണ്ട് എന്നായിരുന്നു പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അതിലേറ്റവും പ്രധാനം ദിലീപ് ജാമ്യവ്യവസ്ഥകളെ ലംഘിച്ചു എന്നതും സാക്ഷികളെ സ്വാധീനിച്ചു എന്നുമായിരുന്നു ക്രൈംബ്രാഞ്ച് ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. മാത്രമല്ല തെളിവുകൾ പരിശോധിക്കാതെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം വിചാരണ കോടതി തള്ളിയത് എന്നുമായിരുന്നു ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഉയർത്തിയത്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശമായി ഉണ്ടായിരുന്നത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളിൽ പലതിനും ആധികാരികത ഇല്ല എന്നൊരു നിരീക്ഷണം വിചാരണ കോടതിയുടെ വിധിയിലുണ്ടായിരുന്നു. ഇതിനെതിരെയുമാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചതും അതിന്മേൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിശദമായ വാദം കേട്ടതും വിധി പറയാൻ വേണ്ടി മാറ്റിയതും. വിധി പറയാൻ വേണ്ടി മാറ്റുമ്പോഴാണ് ജസ്റ്റിസ് സോഫി തോമസ് അധ്യക്ഷയായ സിംഗിൾ ബെഞ്ച് ഇതിന്മേലൊരു സുപ്രധാനമായ നിരീക്ഷണം നടത്തുന്നത്. ഇതിന്മേൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും 2 ജില്ലകളാണ്, കാസർഗോഡും തൃശ്ശൂരും ജില്ലകളിലുള്ള പോലീസ് സ്റ്റേഷനുകളിലാണ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് സാക്ഷികളെ സ്വാധീനിച്ചു എന്ന കേസാണ്. ഈ കേസുമായി പ്രോസിക്യൂഷന് മുന്നോട്ട് പോകാം. അങ്ങനെ ആ കേസുമായി മുന്നോട്ട് പോകുന്നതിൽ തടസ്സങ്ങളില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുന്നതിനിടെ അല്ലെങ്കിൽ വിധി പറയാൻ മാറ്റുന്നതിന് തൊട്ടു മുമ്പേ ഒരു സുപ്രധാനമായ നിരീക്ഷണവുമായി മുന്നോട്ട് വെച്ചതും. ഇത് പ്രോസിക്യൂഷൻ എന്ന നിലയിൽ പ്രോസിക്യൂഷന് കുറച്ചുകൂടി ആ കേസുമായി മുന്നോട്ട് പോകാൻ കുറച്ചുകൂടി കരുത്ത് പകരുന്നതാണ്. ഹൈക്കോടതി ഇതിന്മേൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഇത് വിചാരണയ്ക്ക് അല്ലെങ്കിൽ ഈ കേസ് തീരുമാനമെടുക്കാൻ 2 വർഷത്തിലധികം വൈകിയല്ലോ എന്ന കാര്യം ഒരു വാക്കാൽ പരാമർശമുണ്ടായി. മാധ്യമങ്ങൾ ഉൾപ്പെടെ, പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിനെയാണ് ഉദ്ദേശിച്ചത്, നമ്മളാണ് ഈ വാർത്തയുടെ പിറകെ ഏറ്റവും ഈ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടും അതിൻ്റെ മെമ്മറി കാർഡ് പരിശോധിച്ചടക്കമുള്ള എല്ലാ വാർത്തകളിലും സജീവമായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ കൂടി ഇതിൻ്റെ പിന്നിലുണ്ടല്ലോ എന്ന കാര്യവും, മാധ്യമങ്ങൾ കൂടി ഇത്രയും ശ്രദ്ധയോടുകൂടി ഈ കേസ് വീക്ഷിക്കുന്നതാണല്ലോ, എന്നിട്ടും 2 വർഷം ഇത് തീരുമാനമെടുക്കാതെ പോയല്ലോ എന്നൊരു പരാമർശവും കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യത്തിൽ വിധി പറയാൻ വേണ്ടി ഹൈക്കോടതി മാറ്റുകയും ചെയ്തത്. എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷന്റെ ഹർജിയാണ് വിധി പറയാൻ മാറ്റിയിട്ടുള്ളത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് തീരുമാനം. ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചെന്ന കേസുമായി പ്രോസിക്യൂഷന് മുന്നോട്ട് പോകാമെന്നും അതിൽ ഇടപെടാനില്ലെന്നും ഇതിനിടെ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്യാം ദേവരാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.